Hello guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ലഞ്ച് മെനുവിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ കൊണ്ടൊരു കറിയാണ്. അതിൻ്റെ ഒപ്പം വഴുതിരിങ്ങ കൊണ്ടൊരു തോരൻ, പിന്നെ കുറച്ച് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഒരു വെജിറ്റബിൾ സാലഡും കൂടി ഞാൻ ഉണ്ടാക്കി കുറച്ച് പപ്പടവും റെഡിയാക്കിയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെനു. ഈ മെനു എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെമ്മീൻ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത്, മുരിങ്ങക്കായ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ അത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ മുരിങ്ങക്കായ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇല്ലാണ്ട് മാങ്ങ മാത്രം ഇട്ടിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാങ്ങയും മുരിങ്ങക്കായും വേകുന്നവരെ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വഴുതിരിങ്ങ കൊണ്ടുള്ള തോരൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കി അല്ലെങ്കിൽ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വഴുതിരിങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വഴുതിരിങ്ങ നന്നായിട്ട് കുക്കാവുന്ന വരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. വഴുതിരിങ്ങ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ, ചുവന്ന മുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം ഇത്രയും ചതച്ചെടുത്ത മിശ്രിതമാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് നേരം നന്നായിട്ട് ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്ക ചെമ്മീൻ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചതച്ച ഉണക്ക ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് വെക്കാം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് തേങ്ങയും ചെറിയുള്ളിയും കൂടി അരച്ചെടുത്തതാണിത്. നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലൊരു ചെറിയ തിള വരുന്ന വരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചോക്കുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. നന്നായി ചോന്നതിന് ശേഷം ഇത് മീൻകറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് കുട്ടി പപ്പടങ്ങൾ കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഇനിയിപ്പോൾ മുക്കി പൊരിച്ച് വെറുതെ അൺഹെൽത്തി ആകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ചുട്ടെടുത്തു. അപ്പോൾ സ്റ്റൗവിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനത്തെ ഒരു റാക്ക് വെച്ചിട്ട് അതിൽ പപ്പടം വെച്ച് ചുട്ടെടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സാലഡും കൂടി ഉണ്ടാക്കി. അതിനായിട്ട് ഞാൻ കുക്കുംബർ, തക്കാളി, ഉള്ളി ഇത്രയും ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ, നാരങ്ങനീര്, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൽ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സാലഡും റെഡി. അപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ച് മെനു റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.